മക്കളെ അഗൈൻ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് വൃത്തഭാഗങ്ങൾ പറഞ്ഞ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വൃത്തഭാഗങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസം പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങും. അപ്പൊ ഇന്ന് നമ്മൾ 194 ഒരു പേജിലെ 6ാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ സെമി സർക്കിൾ വരച്ചിരിക്കുന്നു. ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് തെളിയിക്കുക. ഓക്കെ, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്താ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് വ്യത്യസ്തമാണ്. തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കണക്കാക്കുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഈ ഒരു ചാപ്റ്റർ, അതായത് നമ്മൾ ഈ ഒരു പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് വൃത്തങ്ങൾ എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിൽ ഫുൾ പ്രോബ്ലംസും തെളിയിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നു. നമ്മളെ ഈ ഒരു ചാപ്റ്റർ ഒന്നുകൂടെ കമ്പാരിറ്റീവ് ഒന്നുകൂടെ സുഖമാണ്. അപ്പൊ ലാസ്റ്റത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തെളിയിക്കാനാണ്, പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കും. ചിത്രത്തിൽ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. നോക്കടാ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, അല്ലെങ്കിൽ ഇയാളൊരു മട്ടത്രികോണമാണ്. ഓക്കെ, അതിന്റെ വശങ്ങൾ ഒരു വശം, രണ്ട് വശം, മൂന്നാമത്തെ വശം. ഈ വശങ്ങളെല്ലാം വ്യാസമായിട്ട് അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ സെമി സർക്കിൾ വ്യാസമായിട്ട് അർദ്ധവൃത്തം എല്ലാവരെയും ഇത് വ്യാസമായിട്ട് അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ ഈ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു സർക്കിളിന്റെ പകുതിയാണ് നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ ഒരു അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി ആയ വൃത്താംശം, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട്. 360 ഡിഗ്രി ആകുമ്പോൾ ഒരു വൃത്താംശം അത് സർക്കിൾ ആയിട്ട് മാറും. 180 ഡിഗ്രി ആയ ഒരു വൃത്താംശവും നമുക്കുണ്ട്, അത് സെമി സർക്കിളും ആയിരിക്കും. അയാളെ പറയുന്ന പേരാണ് സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം. അപ്പൊ ഇയാൾ എന്താണ്? ഒരു 180 ഡിഗ്രിയാണ്. ഇയാൾ മാത്രമല്ല എല്ലാവരും. ഇവിടെ ഒരു സെൻട്രൽ ഉണ്ടാവും, അതേപോലെ എല്ലാവരും 180 ഡിഗ്രിയാണ്. ഓക്കെ, ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. ഇതിൽ ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയുന്നത് ഇയാളായിരിക്കും. ഏറ്റവും വലിയ അർദ്ധവൃത്തം, അയാളുടെ പരപ്പളവ് എന്ന് പറയുന്നത് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. വേറെ ഒന്നുമില്ല, ഇയാളുടെ ഏരിയയും ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയയും ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയയും കൂട്ടിയാൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും. അതായിരിക്കും ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് തെളിയിക്കേണ്ടതും. നമുക്കൊരു കാര്യം അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നോക്കാം. നമുക്കൊരു സർക്കിൾ ഉണ്ട് വിചാരിക്കാം. നമ്മൾ വഴിമാറി സഞ്ചരിക്കാം കേട്ടോ. നിങ്ങൾ വഴിമാറരുത്, ഞാൻ മാത്രമേ വഴിമാറുള്ളൂ. തിരിച്ച് അതേപോലെ വരണം കേട്ടോ. നമുക്കൊരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്, സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ട്. നമ്മൾ ഇവിടെയും ഒരു റേഡിയസ് വരച്ചു. ഇയാൾ 90 ഡിഗ്രി അല്ലെങ്കിൽ ഇയാളൊരു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇയാൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. 90 ഡിഗ്രിയാണ് ഇയാൾ. അപ്പൊ അങ്ങനെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിന്റെ മൊത്തം നമ്മൾ ഇയാളുടെ ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 90 ഡിഗ്രി ആയ ഈ വൃത്താംശം അല്ലെങ്കിൽ ഈ സെക്ടറിന്റെ ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഇക്വേഷൻ ഒക്കെ ഉണ്ട്. πr/θ/360 ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അവിടെ നിൽക്കട്ടത് ഇതിന്റെ സെക്ടറിന്റെ ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. മക്കളെ, ഇത് മൊത്തം ഒരു സർക്കിൾ ആണ്. മൊത്തം സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr² ആണ്. മൊത്തം സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. എടാ മക്കളെ, മൊത്തം സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ? ഇയാള് നമുക്ക് ഉള്ളത് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് 360ന്റെ എത്ര ഭാഗമാണ്? 360ന്റെ എത്ര ഭാഗമാണ്? 1/4 അല്ലെങ്കിൽ 4ൽ ഒരു ഭാഗമാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. 4ൽ ഒരു ഭാഗമാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ആരുടെ? 360ന്റെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു πr²നെ 360 ഡിഗ്രി ആയ വൃത്തത്തിന്റെ ആണ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഇയാളെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 90 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ഏരിയ നമുക്ക് ലഭിക്കില്ലേ? ലഭിക്കും. അപ്പോ എന്തായിരിക്കും? ഇയാളെന്താ? 90 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ഏരിയയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, 90 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? ആർക്ക് ലെങ്ത് നമുക്കറിയാം 360 ഡിഗ്രി ആയ
വൃത്തത്തിന്റെ അല്ലെങ്കിൽ 360 ആയ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തായിട്ട് മാറി. അയാളുടെ 2πr ആണ്, ആർക്ക് ലെങ്ത് ആണ് കേട്ടോ, ചാപ നീളമാണ്, അത് 2πr ആണെന്ന് അറിയാം. അപ്പൊ 90 ആയത് ആളെ എത്രയായിരിക്കും, ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം കിട്ടും. ഓക്കെ, ഇത് റെഡിയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് സെന്റർ ആണ്. ഇത് 180 ആയിട്ടുള്ളൊരു സെക്ടറാണ്. അതായത് 180 ആയിട്ടുള്ള ഒരു വൃത്താംശമാണ് ഇയാള്. നമുക്കറിയാം വൃത്തത്തിന്റെ പകുതിയെ സെമി സർക്കിൾ എന്ന് പറയും, സെമി സർക്കിൾ എന്നൊക്കെ പറയും അല്ലെ. ഇയാള് 180 ആയ വൃത്താംശമാണ്. ഇത് ലൈനാണെന്ന് കരുതി അയാൾക്ക് ആംഗിൾ ഇല്ലാതെ ആവുന്നില്ല കേട്ടോ. ഇയാൾ 180 ആണ്. അത് നമുക്ക് മാറിപ്പോരുത്, നമുക്ക് എപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? തീറ്റ എന്ന് പറയുന്നത് 180 ആണ് ഇവിടെ. ഓക്കെ, ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം 360 ആയ സർക്കിളിന്റെ πr² ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ 180 അല്ലെങ്കിൽ 180 എന്ന് പറയുന്നത് 360 എത്ര ഭാഗമാണ്? 150 ഇരട്ടിയാണ് 360 അല്ലേ? അതായത് ഇയാള് രണ്ടിൽ ഒരു ഭാഗമാണ്. 180 എന്ന് പറയുന്നത് 360 രണ്ടിൽ ഒരു ഭാഗമാണ്. അതായത് πr² നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 180 ആയിട്ടുള്ള സെക്ടറിന്റെ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ആരെ കിട്ടും? ഏരിയയെ നമുക്ക് ലഭിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം എന്തായിരിക്കും? 2πr/2 ആയിരിക്കും. എന്ത്? ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം. ഒരു കാര്യത്തിന്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് അടുത്തത് ഒരു കാര്യം കൂടി ഉണ്ട്. തീറ്റ ഈക്വൽ ടു 120 ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നില്ല. ഈ ഒരു 90 180 നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. കൂട്ടത്തിൽ നമ്മൾ പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കുക. 180 ആയ ആളുടെ πr²/3 ആയിരിക്കും. ഇയാളുടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2πr/3 ആയിരിക്കും. ഓക്കെ, ഇത് റെഡിയാണോ? കൂട്ടത്തിൽ ഈ ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നതാണ്. ആ സമയത്ത് നമ്മൾ മറന്നു പോയതൊന്നല്ല, ആവശ്യം വരുമ്പോൾ ഉൾപ്പെടുത്താന്ന് കരുതുന്നത്. കഴിഞ്ഞൊരു പ്രോബ്ലം ചെയ്തപ്പോൾ 90 തന്നെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് അഗൈൻ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് മക്കളെ? ഇയാളുടെ ഏരിയയും കൂട്ടുമ്പോൾ എന്തെങ്കിലും കിട്ടണം? ഇയാളുടെ ഏരിയ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇയാളുടെ ഏരിയ നമ്മൾ കാണാം. അല്ലെങ്കിൽ ഇയാൾ 180 ആണ്. എല്ലാവരും 180 ആണ്. ഓക്കെ, എല്ലാവരും 180 ആണ്. നമ്മളൊരു വൃത്താംശത്തിന്റെ ഏരിയ എങ്ങനെ കാണുക? അതിന് നമുക്ക് റേഡിയസും വേണം, അതേപോലെ എന്തും കൂടി വേണം? സെൻട്രൽ ആംഗിളും വേണം. ഇവിടെ നമുക്ക് 180 ഉണ്ട്, പക്ഷെ നമുക്ക് എന്തല്ല, റേഡിയസ് ഇല്ല. അപ്പോൾ ഈ ഒരു ലെങ്തിനെ ഞാൻ എക്സ് എന്നെടുത്തു. അതായത് ഇയാൾ ഡയമീറ്റർ ആണ്, എക്സ് എന്നെടുത്തു. ഇയാളെ ഞാൻ വൈ എന്നെടുത്തു. ഓക്കെ ആണോ? നമ്മൾ ഇയാളുടെ ഏരിയ ആണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഈ ഒരു ചെറിയ വൃത്താംശം അല്ലെങ്കിൽ സെക്ടറിന്റെ ഏരിയ ആണ്. തീറ്റ എന്ന് പറയുന്നത് 180 ആണ്. അതിന്റെ മൊത്തം ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഡയമീറ്റർ എത്രയാ? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ റേഡിയസ് പറയുന്നത് എന്തായിരിക്കും? x/2 ആയിരിക്കും. നമുക്കറിയാം 180 ആയ സെക്ടറിന്റെ ഏരിയ കാണാൻ πr²/2 ആണെന്ന്. റേഡിയസ് നമുക്കറിയില്ലേ, വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എക്സ് ആണ്. അങ്ങനെയാകുമ്പോൾ റേഡിയസ് എന്തായിരിക്കും? x/2 ആയിരിക്കും. π × x/2² എന്ന് എഴുതിക്കൂടെ നമുക്ക്? ആറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താ x/2 r എന്ന് പറയുന്നത് എത്രയാ? x/2 ആണ്. ഓക്കെ, x/2/2 എന്നാണ്. അപ്പോൾ ഈക്വൽ ടു ഇയാളെ നമ്മൾ ചെയ്യാണ് π, അതേപോലെ നമ്മൾ എഴുതി x² എന്ന് x²/2 നമ്മൾ സ്ക്വയർ ചെയ്യും. 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. താഴെ ഒരു 2 ഉണ്ടാവും. ഇത് /4/2 ആയതുകൊണ്ട് 4 താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ നമുക്ക് വരും πx²/8 എന്ന് വരും. അപ്പൊ 4ഉം 2ഉം ഇൻറ്റു ചെയ്യൂട്ടോ. 4 × πx²/8 എന്ന് നമുക്ക് ആൻസർ വരും. ഇത് ആരുടെ ഏരിയ ആണ്? ഇയാളുടെ ഏരിയ ആണ് πx²/8 എന്ന്. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു സെമി സർക്കിൾ ഉണ്ട്.
അയാളതും കാണാം. അയാളുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയാണ് മക്കളെ? അയാളുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് y ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം എന്താ, നമുക്കത് അറിയില്ലായിരുന്നു. ഓക്കെ, അയാളുടെ ഏരിയ എന്ന് പറയുന്നതും πr² ആണ്. സോറി, πr² ആണ്. അപ്പൊ നമ്മൾ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? y സമം, സോറി, വ്യാസം എന്ന് പറയുന്നത് y ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y/2 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? പൈ ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് നമ്മൾ y/2 എന്ന് കൊടുത്തു. അപ്പൊ y/2 ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. നമുക്ക് ലാസ്റ്റ് സെയിം സാധനമാണ്. ഈ ഒരു എക്സിന്റെ സ്ഥാനത്ത് y ആയിട്ടുള്ളൂ. ഈ എക്സിന്റെ സ്ഥാനത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് y ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു കാര്യം തന്നെ ആയിരിക്കും കിട്ടുക. എക്സിന്റെ സ്ഥാനത്ത് y മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും πy²/8 എന്ന് കിട്ടും. ഇത്രയും ഓക്കെയാണ്. ഇയാളെ നമ്മൾ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആയിട്ടും കൺസിഡർ ചെയ്തു. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ഇയാളുടെ ഏരിയ നമുക്ക് കിട്ടിട്ടോ, πy²/8 എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, ഇയാളുടെ ഏരിയയും കൂട്ടുമ്പോൾ ഇയാളുടെ ഏരിയ കിട്ടണം എന്നല്ലേ പറഞ്ഞു. ഇയാളുടെ ഏരിയ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് πx²/8 പ്ലസ് πy²/8 ആണ്. നമുക്കറിയാം ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറഞ്ഞ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം, പ്ലസ് ചെയ്യാം. πx² പ്ലസ് πy²/8 അതേപോലെ എഴുതി നമ്മൾ ലാസ്റ്റ് പൈനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് നോക്കാം. പൈ കോമൺ ആണല്ലോ രണ്ടിലും. പൈ കോമൺ ആയിട്ട് പൈ ഇൻറ്റു x² പ്ലസ് y²/8 എന്ന് വരും. ഇയാള് എന്ന് പറയുന്നത് ആരാണ് മക്കളെ? ഇയാളെന്ന് പറയുന്നത് ഇയാളുടെ ഏരിയയും കൂട്ടിയതാണ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇയാളുടെ ആരായിരിക്കും? ഇയാളുടെ ഏരിയ ആയിരിക്കും ഇയാള് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഏരിയ നമുക്ക് കാണണ്ടേ? മൂന്നാമത്തെ ഏരിയ, വലിയ ഏരിയ ഇയാളുടെ ഏരിയ നമുക്ക് കാണണം. ഇയാളുടെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഈ ലെങ്ത് അറിയോ? നമ്മൾ ഇയാളെ ഈ ലെങ്ത് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു, ഈ ലെങ്ത് y ആയിട്ടും നമ്മൾ എടുത്തു. ഇയാളെ നമ്മൾ z ആയിട്ട് എടുക്കാൻ പോകരുത്. കാരണം എന്താ, നമുക്ക് തെളിയിക്കേണ്ട ഒരു കാര്യം, ഇയാളുടെ ഏരിയകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇയാളുടെ ഏരിയ കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഒരു ബന്ധം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഇയാളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, അല്ലെങ്കിൽ ഇയാളൊരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിലൂടെയാണ് നമ്മൾ തെളിയിക്കാൻ പോണത്. അപ്പൊ അതൊരു മട്ടത്രികോണമാണ്, നമുക്കറിയാം. മട്ടത്രികോണം എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് കേട്ടാൽ നമുക്ക് ആരെ ഓർമ്മ വരണം? പൈതഗോറസിനെ ഓർമ്മ വരണം. പൈതഗോറസ് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡ് സ്ക്വയർ എന്ന് കിട്ടും. കർണം എന്ന് പറയുന്നത് എന്താ, ഇയാള് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത്. ഇയാള് കർണമാണ് അല്ലേ? ഓക്കെ ആണ്. അപ്പൊ കർണത്തിന്റെ ലെങ്ത് നമുക്ക് കാണാം. പാദം നമുക്കറിയാം, ഇതാണ് പാദം, x² ആണ്. ലംബവും നമുക്കറിയാം, y² ആയിരിക്കും. y ആണ്, ഇയാൾ x ആണ്. അപ്പൊ നമുക്ക് കർണം സ്ക്വയർ സമം എന്തെഴുതാം? x² പ്ലസ് y² ആയിരിക്കും. അതിൽ കർണം, അതായത് ഈ ലെങ്ത് നമുക്ക് വേണം. കാരണം സ്ക്വയർ അല്ല വേണ്ട, വെറും കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് വേണം. കർണം സമം ഈ സ്ക്വയർ അങ്ങോട്ട് പോകും, റൂട്ട് ഓഫ് എന്ന് വരും. റൂട്ട് ഓഫ് സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും? റൂട്ട് ഓഫ് എന്ന് വരും. റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോ സ്ക്വയറും ആയിരിക്കും. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് x² പ്ലസ് y² എന്ന് വരും. ആര്? ഈ ലെങ്ത് മൊത്തം എത്രയാ? റൂട്ട് ഓഫ് x² പ്ലസ് y² ആണ്. ഈ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് ഓഫ് x² പ്ലസ് y² ആണ്. നമുക്ക് ഇയാളുടെ ഏരിയ കാണണം. ഇയാളുടെ ഡയമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വ്യാസം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇയാളുടെ റേഡിയസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് ഇയാളുടെ പകുതി ആയിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് എന്തിനാ നമ്മൾ കാണുന്നത്? ഇയാളുടെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്താ, സെൻട്രൽ ആംഗിൾ ഇവിടെ ഉണ്ട്, 180 ആണ്. ഇയാളുടെ റേഡിയസ് നമുക്ക് ഉണ്ടോ? ഇല്ല, നമ്മളിത് കാണണം. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, റൂട്ട് ഓഫ് x² പ്ലസ് y²/2 ആയിരിക്കും. നമ്മൾ അതിന്റെ ഏരിയ കാണാൻ പോവുകയാണ് മക്കളെ, ഏരിയ കാണാൻ പോവുകയാണ്. ഓക്കെ, ഏരിയ സമം
180 ഡിഗ്രി ആയ സെമി സർക്കിളിന്റെ അല്ലെങ്കിൽ സെക്ടറിന്റെ ഏരിയ കാണാൻ പൈ r²/2 തന്നെയാണ്. പൈ നമുക്കറിയാം, റേഡിയസ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല റൂട്ട് ഓഫ് x² പ്ലസ് y² ഇതാണ് റേഡിയസ് ആയിട്ടുള്ള r റേഡിയസ്. ഒരു സ്ക്വയർ നമുക്ക് അവിടെ ഉണ്ട്, ബൈ 2 താഴെ ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു എടാ മക്കളെ നമുക്കറിയണം ഈ റൂട്ട് എക്സ് പറഞ്ഞ ഒരാളെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ഈ റൂട്ട് ക്യാൻസൽ ആയി പോവും, എക്സ് എന്ന് വരും. ഓക്കെ, അതേപോലെ x² ആയി പറഞ്ഞിട്ടുള്ള ചെങ്ങായി നമ്മുടെ അടുത്തുണ്ട്, അതിന് നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ ഈ സ്ക്വയർ അങ്ങോട്ട് പോകും, എക്സ് എന്ന് വരും. ഈ കാര്യം നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, പൈ നമുക്ക് അതേപോലെ ഉണ്ട്, പൈ അതേപോലെ നമ്മൾ എഴുതുന്നു. ഓക്കെ, റൂട്ട് ഓഫ് x² പ്ലസ് y² നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ റൂട്ട് അങ്ങോട്ട് പോകും, അവിടെ ബാക്കി ആരുണ്ടാവും, x² പ്ലസ് y² എന്നുണ്ടാവും. താഴെ ഒരു 2 ഇല്ലേ, 2നെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, അപ്പൊ ബൈ 4 എന്ന് വരും. താഴെ ഒരു 2 ഉണ്ട്, അപ്പൊ ബൈ 2 എന്ന് വരും. ഓക്കെ ആണോ? ഇത്രയും ഇവിടെ x² പ്ലസ് y² ബൈ 4 ആണ്, താഴെ 4/2 ഉണ്ട്, ഈ 4 താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും, അപ്പൊ നമുക്ക് വരും പൈ ഇൻറ്റു x² പ്ലസ് y² ബൈ 4 ഇൻറ്റു 2 എന്ന് വരും, ഈക്വൽ ടു പൈ ഇൻറ്റു x² പ്ലസ് y² ബൈ 8 എന്ന് വരും. ഈ കിട്ടിയിട്ടുള്ള ചങ്ങായി ആരാണ് മക്കളെ? വേറെ ആരുമല്ല, ഇയാളുടെ ഏരിയയാണ്. എടാ മക്കളെ ഇങ്ങോട്ടൊന്ന് നോക്കുക, ഇയാളും തുല്യമല്ലേ? ഇയാളെന്ന് പറയുന്നത് ഇയാളുടെ ഏരിയയും കൂട്ടിയതാണ്. ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു x² പ്ലസ് y², രണ്ടാളും ഈക്വൽ ആണ്. ഇനി നമുക്ക് കഥ എഴുതാൻ തുടങ്ങാം. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളെ ഐഡിയകൾക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കഥ എഴുതുക. ചെറിയ 2 സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഏരിയകൾ കൂട്ടിയതാണ് വലിയ അർദ്ധവൃത്തത്തിന്റെ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. കഥ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് എഴുതുക. ഓക്കെ, റെഡി ആണോ? ഓക്കെ.